ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറക്കുന്ന മരമുകൾ മുതൽ കടലിൽ നീന്തി കളിക്കുന്ന മത്സ്യങ്ങൾ വരെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്നേഹദീപൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ വേളയിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ആഗതമായതിൻ്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ്. ഞങ്ങളുടെ കഥയുടെ പേര് സിന്ധിന്റെ പടനായകൻ. അതെ, സിന്ധിന്റെ പടനായകൻ. അഖിലചരാചര സൃഷ്ടാവെല്ലാം അന്തോതി പാടുക. അഴകിൽ ത്വാഹ നബിയോരിൽ സലവാത്തും ഉയർത്തുക. അഴകിൽ ത്വാഹ നബിയോരിൽ സലവാത്തും ഉയർത്തുക. അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശരാവത്ത് മലകളാൽ ചുറ്റപ്പെട്ട കൊച്ചു ഗ്രാമം. തേൻ കൃഷിയാലും മുന്തിരിത്തോട്ടങ്ങളാലും നിബിഡമായ ത്വായിഫിലെ തന്നെ സഖഫ് ഗോത്രത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് കാസിം. കാസിമും അദ്ദേഹത്തിന്റെ ഭാര്യ ഹബീബയും വളരെ സന്തോഷത്തിലാണ്. എന്തിനാണെന്നല്ലേ, അതെ, വൈകാതെ തന്നെ അവർക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു. തനിക്കൊരാത്തിരി പിറക്കണമെന്ന് രാപ്പകൽ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ വൈകാതെ തന്നെ അവർക്ക് ഒരാത്തിരി പിറന്നു. ജനിച്ച ഉടനെ തന്നെ കാസിം തന്റെ കുഞ്ഞിന്റെ കാതിൽ വാങ്ങി വിളിച്ചു. ശേഷം താൻ മനസ്സിൽ കണ്ട ആ പേര് വിഷമിച്ചു. എന്താണെന്നല്ലേ ആ പേര്? മനസ്സിൽ മധുരം കിനിയും അഴക്, മധുതും ഉടയോരു സൂര്യനാമമതി അസമുല്ല വിരിഞ്ഞ മുഹമ്മദരേ. ആരംഭ പൈതലിനേറെ കണ്ടില്ല അതിനെ. ആ മൈറിൻ പൂമുഖ റബ്ബി തേടുന്നു തണലേ. ആയുധമേന്താനാ തിരുവിന് സമമായൊരു കൽക്കില്ല. ആലമിലകിലും കീർത്തി നിറഞ്ഞൊരു പേരും മൈറില്ല. മുഹമ്മദ്, അതേ, നേത്രപാടവത്തിന്റെയും സത്യത്തിന്റെയും മാതൃകയായ മുത്തിന്റെ പേരല്ലാതെ മറ്റെന്തു പേരാണ് തന്റെ കുഞ്ഞിന് നൽകേണ്ടത്? പക്ഷേ അവിടെ അദ്ദേഹത്തിന് കൂടുതൽ കാലം തുടരാനായില്ല. കുഞ്ഞു കസുമിനെ തീർക്കുന്നതിന് മുന്നേ അദ്ദേഹം യാതനിലേക്ക് യാത്രയായി. ഇല്ല, പക്ഷേ പിതാവിന്റെ ദീർഘവീക്ഷണമൊന്നും തെറ്റിയില്ല. ഇത്തിരി പോന്ന പ്രായത്തിൽ